നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തന്ന ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് മെറ്റീരിയൽ നോക്കിയപ്പോൾ അതിലൊരു പ്രധാന കാര്യം ശ്രദ്ധിച്ചു. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ കാര്യങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത്, അതായത് മൂല്യം കണക്കാക്കുന്നത് എന്നത്. നമസ്കാരം. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. കാരണം ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് അവർ ഈ അളവുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ശരിയാണ്. അപ്പോ ഈ അളക്കൽ രീതികൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതിന് പ്രശ്നങ്ങളുണ്ടോ, വേറെ വഴികളുണ്ടോ? ഇതൊക്കെയൊന്ന് ലളിതമായി മനസ്സിലാക്കണം. അതാണ് ലക്ഷ്യം. തീർച്ചയായും നമുക്കത് വിശദമായി തന്നെ നോക്കാം. കാരണം ഒരേ കാര്യത്തിന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അളവുകോൽ അനുസരിച്ച് കിട്ടുന്ന ചിത്രം വളരെ വ്യത്യസ്തമായിരിക്കും. നമ്മളീ നോക്കുന്നത് അക്കൗണ്ടിംഗ് തത്വങ്ങളുടെ എല്ലാം അടിസ്ഥാനമായ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അടിസ്ഥാന അളവുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ IASB ഫ്രെയിംവർക്കിൽ പറയുന്ന പ്രധാനപ്പെട്ട 4 രീതികൾ അല്ലേ? ഏതൊക്കെയാണവ? അതെ, പ്രധാനമായി 4 മെഷർമെന്റ് ബേസസ് ആണ് പറയുന്നത്. ഒന്ന്, ഏറ്റവും സാധാരണമായ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അതായത് ഒരു വസ്തു വാങ്ങാൻ യഥാർത്ഥത്തിൽ കൊടുത്ത കാശ്. ശരി, വാങ്ങിയ വില. അതെ. 2, കറന്റ് കോസ്റ്റ്, അതേപോലത്തെ ഒരു സാധനം അതേ അവസ്ഥയിലുള്ളത് ഇപ്പോ വാങ്ങണമെങ്കിൽ എന്ത് വില കൊടുക്കണം എന്നത്. ഓക്കെ, ഇപ്പോഴത്തെ വില. മൂന്നാമത്തേത് ഫെയർ വാല്യൂ. ഇത് കുറച്ചുകൂടി മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അറിവും താൽപ്പര്യവുമുള്ള 2 കക്ഷികൾ തമ്മിൽ ഒരു സാധാരണ കച്ചവടത്തിൽ ഒരാസ്തി കൈമാറിയാൽ കിട്ടുന്ന വില. മാർക്കറ്റ് വില പോലെ. ഏകദേശം. നാലാമത്തേത് കുറച്ചുകൂടി സങ്കീർണമാണ്. വാല്യൂ ഇൻ യൂസ്, അല്ലെങ്കിൽ ബാധ്യതയാണെങ്കിൽ ഫുൾഫിൽമെന്റ് വാല്യൂ. ഒരാസ്തി തുടർന്നും ഉപയോഗിച്ചാൽ ഭാവിയിൽ എത്ര പണം കിട്ടും, അതിന്റെ ഇന്നത്തെ മൂല്യം. അതാണ് വാല്യൂ ഇൻ യൂസ്. ഓക്കെ, അപ്പൊ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, കറന്റ് കോസ്റ്റ്, ഫെയർ വാല്യൂ, പിന്നെ വാല്യൂ ഇൻ യൂസ്. ഇതിലെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് ഏറ്റവും കോമൺ എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണത്? അതെ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് അഥവാ HCA വളരെ കാലമായി ഉപയോഗിക്കുന്ന രീതിയാണ്. കാരണം അതിന്റെ ഗുണങ്ങൾ തന്നെ. ഒന്ന്, വസ്തുനിഷ്ഠത. വാങ്ങിയ വിലയ്ക്ക് ബില്ലുണ്ടാവും, രേഖയുണ്ടാവും. വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് അവിടെ വലിയ സ്ഥാനമില്ല. ശരിയാണ്, തർക്കിക്കാൻ പറ്റില്ല. പിന്നെ പരിശോധിക്കാൻ എളുപ്പമാണ്. ആർക്കും ആ രേഖകൾ നോക്കി ഇത് ശരിയാണോന്ന് ഉറപ്പുവരുത്താം, വെരിഫൈ ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, ലാളിത്യം. മറ്റു ചില രീതികളെ അപേക്ഷിച്ച് ഇത് മനസ്സിലാക്കാനും നടപ്പാക്കാനും താരതമ്യേന എളുപ്പമാണ്. ഓക്കെ. പിന്നെ ഒരു പ്രധാന കാര്യം, ഇത് യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണ്. പ്രൂഡന്റ്. അതായത് ഒരു ആസ്തിക്ക് വില കൂടിയെന്ന് വെച്ച് അത് വിൽക്കാത്തിടത്തോളം കാലം നമ്മൾ ലാഭമായി കണക്കാക്കില്ല. അൺറിയലൈസ്ഡ് ഗെയിൻസ് ഒഴിവാക്കും. അപ്പോ എളുപ്പം, കൃത്യം, പരിശോധിക്കാം, ഊഹങ്ങൾ കുറവ്, ഇതൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാലോ. പിന്നെന്തിനാണ് ഈ മറ്റു രീതികളൊക്കെ? ഇതിന് കാര്യമായ ദോഷങ്ങൾ വല്ലതുമുണ്ടോ? അവിടെയാണ് പ്രശ്നം. ഗുണങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ദോഷങ്ങളും ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനുണ്ട്. അതാണ് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നത്. ഏറ്റവും പ്രധാന ദോഷം, ഈ കണക്കുകൾ കാലഹരണപ്പെട്ടു പോകുന്നു എന്നതാണ്. കാലഹരണപ്പെടുകയോ? അതെങ്ങനെ? അതായത് 10 വർഷം മുൻപ് വാങ്ങിയ ഒരു കെട്ടിടം അന്നത്തെ വിലയിൽ ഇപ്പോഴും ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ അതിന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ വിലയുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ ആ ബാലൻസ് ഷീറ്റ് കമ്പനിയുടെ ഇപ്പോഴത്തെ ശരിയായ സാമ്പത്തിക സ്ഥിതിയാണോ കാണിക്കുന്നത്? ഇല്ല. ശരിയാണ്. 10 വർഷം മുൻപത്തെ വിലയ്ക്ക് ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല. അതെ. രണ്ടാമത്തെ പ്രശ്നം, ഇത് ലാഭം പെരുപ്പിച്ച് കാണിക്കാൻ സാധ്യതയുണ്ട്. ആണോ? അതെങ്ങനെയാണ് ലാഭം കൂടുന്നത്? നമ്മൾ തേയ്മാനം കണക്കാക്കുന്നത് പഴയ കുറഞ്ഞ വിലയുടെ അടിസ്ഥാനത്തിലല്ലേ? പക്ഷെ ആ ആസ്തി ഉപയോഗിച്ച് തീരുന്നത് ഇപ്പോഴത്തെ ഉയർന്ന വിലയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ തേയ്മാന ചെലവ് കുറച്ച് കാണിക്കുമ്പോൾ ലാഭം സ്വാഭാവികമായും കൂടുതലായി തോന്നും. ഓക്കെ, മനസ്സിലായി. നമ്മൾ പഴയ വിലയിലുള്ള ചിലവ് കുറയ്ക്കുന്നു, പക്ഷെ ആ ആസ്തിക്ക് പകരം വെക്കാൻ ഇപ്പോഴത്തെ വില കൊടുക്കണം. അതെ, അതാണ് അടുത്ത പ്രശ്നം. ഈ അധികമായി കാണിക്കുന്ന ലാഭം മുഴുവൻ ഡിവിഡൻഡായി കൊടുത്തു തീർത്താൽ പിന്നീട് ബിസിനസ്സിന് പ്രവർത്തിക്കാനാവശ്യമായ മൂലധനം നിലനിർത്താൻ പറ്റാതെ വരും. കാരണം ആസ്തികൾക്ക് പകരം പുതിയത് വാങ്ങാൻ പണം തികയില്ല. അതൊരു വലിയ പ്രശ്നമാണല്ലോ. പിന്നെ ഇത് പണപ്പെരുപ്പത്തെ തീരെ കണക്കിലെടുക്കുന്നില്ല. പണത്തിന്റെ മൂല്യം കുറയുന്നത് ഈ കണക്കുകളിൽ പ്രതിഫലിക്കില്ല. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ROCA പോലുള്ള അനുപാതങ്ങൾ തെറ്റിദ്ധാരണയുണ്ടാക്കാം. ലാഭം കൂടുതലും
ആസ്തികളുടെ മൂല്യം കുറവുമാകുമ്പോൾ റിട്ടേൺ വളരെ ഉയർന്നതായി തോന്നും. പക്ഷേ അത് യാഥാർത്ഥ്യമാവില്ല. അപ്പോ ഒരു പ്രധാന പ്രശ്നം ഈ താരതമ്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണല്ലേ? താങ്കളുടെ മെറ്റീരിയലില് കമ്പനി എയും ബിയും തമ്മിലുള്ള ഒരു ഉദാഹരണം കണ്ടു. ഇത് വ്യക്തമാക്കുമോ? തീർച്ചയായും. അത് വളരെ ലളിതമായ ഉദാഹരണമാണ്. ഒരേപോലത്തെ മെഷീൻ, പക്ഷെ ഒന്ന് 2014-ലും മറ്റേത് ഒരു വർഷം കഴിഞ്ഞ് 2015-ലും വാങ്ങിയെന്ന് കരുതുക. വാങ്ങിയ വിലയും സമയവും വ്യത്യാസമുള്ളതുകൊണ്ട് 2015-ലെ അവരുടെ തേയ്മാനച്ചെലവും ആസ്തിയുടെ ബുക്ക് വാല്യൂവും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഒരേ സാധനം ഉപയോഗിച്ചിട്ടും? അതെ. ഒരേ പ്രവർത്തനം നടത്തിയിട്ടും അവരുടെ ലാഭക്കണക്കുകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഏത് കമ്പനിയാണ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഇത് താരതമ്യത്തെ ബുദ്ധിമുട്ടാക്കും. ശരിയാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എളുപ്പമാണെങ്കിലും കാലം പോകുന്തോറും യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലുന്നു. ലാഭം തെറ്റായി കാണിക്കാം, താരതമ്യം ബുദ്ധിമുട്ടാക്കാം. ഇതൊക്കെ മറികടക്കാൻ മറ്റു ചില വാല്യൂകളും ഉപയോഗിക്കാറുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ. ഏതൊക്കെയാണവ? ഉണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന് പുറമെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പ്രതിഫലിക്കാൻ സഹായിക്കുന്ന ചില ആശയങ്ങൾ കൂടിയുണ്ട്. ഒന്ന് റീപ്ലേസ്മെന്റ് കോസ്റ്റ്, അതായത് നിലവിലുള്ള ആസ്തിക്ക് പകരം പുതിയൊരെണ്ണം വാങ്ങാനുള്ള ഇപ്പോഴത്തെ ചിലവ്. ഇത് കറന്റ് കോസ്റ്റ് പോലെ തന്നെയല്ലേ? ഏകദേശം സമാനമായ ആശയം തന്നെ. പിന്നെ നെറ്റ് റിയലൈസബിൾ വാല്യൂ NRV. ഇത് സാധാരണ സ്റ്റോക്കിന്റെ കാര്യത്തിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് ഒരു സാധനം സാധാരണ ബിസിനസ്സിൽ വിറ്റാൽ കിട്ടുന്ന വിലയിൽ നിന്ന് അത് വിൽക്കാൻ വരുന്ന ചെലവുകൾ കുറച്ചത്. വിൽക്കാൻ വെച്ചാൽ എന്ത് കിട്ടും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ഓക്കേ. പിന്നെ ഇക്കണോമിക് വാല്യൂ അഥവാ വാല്യൂ ഇൻ യൂസ്. ഒരു ആസ്തി തുടർന്ന് ഉപയോഗിക്കുന്നതിലൂടെ ഭാവിയിൽ എന്ത് സാമ്പത്തിക നേട്ടം, പണമൊഴുക്ക് ഉണ്ടാക്കാം, അതിന്റെ ഇന്നത്തെ മൂല്യം. പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. കൊള്ളാം. ഒരേ സാധനത്തിന് തന്നെ ഇത്രയും വിലകളോ? വാങ്ങിയ വില, പകരം വെക്കാനുള്ള വില, വിറ്റാൽ കിട്ടുന്ന വില, ഉപയോഗിച്ചാൽ കിട്ടുന്ന വിലയുടെ ഇന്നത്തെ മൂല്യം. ഇത് ശരിക്കും ആശയക്കുഴപ്പമുണ്ടാക്കുമല്ലോ. ആ ഇല്ലസ്ട്രേഷൻ 2 ഇത് നന്നായി കാണിക്കുന്നുണ്ടല്ലേ? അതെ. ആ ഉദാഹരണം നോക്കിയാൽ ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. അവിടെ ഒരു മെഷീന്റെ കാര്യം പറയുന്നുണ്ട്. അതിന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വാങ്ങിയ വിലയിൽ നിന്ന് തേയ്മാനം കുറച്ചത് $60,000 ശരി. അതേ മെഷീൻ ഇപ്പോൾ വിൽക്കാൻ നോക്കിയാൽ ചിലവൊക്കെ കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്നത് NRV $45,000 മാത്രം. ഓഹോ. അതിനു പകരം പുതിയൊരെണ്ണം വാങ്ങാനുള്ള വില അതിന്റെ പഴക്കമൊക്കെ കണക്കാക്കി ക്രമീകരിച്ചാൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരുന്നത് ഏകദേശം $65,000. എന്നാൽ ആ മെഷീൻ തുടർന്നും ഉപയോഗിച്ചാൽ അടുത്ത കുറച്ച് വർഷങ്ങളിൽ കിട്ടുന്ന പണമൊഴുക്കിന്റെ ഇന്നത്തെ മൂല്യം ഇക്കണോമിക് വാല്യൂ ഇൻ യൂസ് കണക്കാക്കിയപ്പോൾ കിട്ടിയത് $95,755. അവിശ്വസനീയം. ഒരേ മെഷീൻ $45,000 തൊട്ട് $95,000 വരെ മൂല്യങ്ങൾ. അപ്പോ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ ഏത് രീതിയിലാണ് ഈ കണക്കുണ്ടാക്കിയത് എന്നറിയാതെ അതിനൊരർത്ഥവുമില്ലെന്ന് വരും. കൃത്യമായി. അതാണ് പോയിന്റ്. ഓരോ രീതിയും ഓരോ കഥയാണ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നു. ഫെയർ വാല്യൂ ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ത് പറയുന്നു എന്ന് പറയുന്നു. വാല്യൂ ഇൻ യൂസ് ഭാവിയിൽ എന്ത് കിട്ടും എന്ന് പറയുന്നു. ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന്റെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പണപ്പെരുപ്പമുള്ള സമയത്ത് പരിഹരിക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ? ബദൽ അക്കൗണ്ടിംഗ് സിസ്റ്റങ്ങൾ ഉണ്ട്. പ്രധാനമായും 2 ബദൽ സമീപനങ്ങൾ ചരിത്രപരമായി ഉണ്ടായിട്ടുണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് പർച്ചേസിംഗ് പവർ CPP അക്കൗണ്ടിംഗ്. ഇത് പൊതുവായ പണപ്പെരുപ്പത്തെ ക്രമീകരിക്കാൻ നോക്കുന്നു. പൊതുവായ പണപ്പെരുപ്പം. അതെ. 2 കറന്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് CCA. ഇത് ഓരോ ആസ്തിയുടെയും ഇപ്പോഴത്തെ വിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമുക്ക് CPPയെക്കുറിച്ച് ആദ്യം നോക്കാം. അതെങ്ങനെയാണ് ഈ പണപ്പെരുപ്പത്തെ കൈകാര്യം ചെയ്യുന്നത്? CPPയുടെ ആശയം ലളിതമാണ്. പണത്തിന് ഓരോ വർഷവും ഒരേ വാങ്ങൽ ശേഷിയല്ല ഉള്ളത്. അപ്പോ പഴയ കണക്കുകളെയെല്ലാം ഇപ്പോഴത്തെ പണത്തിന്റെ വാങ്ങൽ ശേഷിയിലേക്ക് മാറ്റുക. അതിനൊരു പൊതുവില്ലാ സൂചക ജനറൽ പ്രൈസ് ഇൻഡെക്സ്, ഉദാഹരണത്തിന് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് പോലൊന്ന് ഉപയോഗിക്കും. എല്ലാ സംഖ്യകളെയും ഒരേ വാങ്ങൽ ശേഷി യൂണിറ്റിലേക്ക് മാറ്റുന്നു. ഇവിടെ മോണിറ്ററി ഐറ്റംസ് പണം, കടം, നോൺ മോണിറ്ററി ഐറ്റംസ് ആസ്തികൾ, സ്റ്റോക്ക് എന്ന വേർതിരിവ് പ്രധാനമാണ്. പണപ്പെരുപ്പത്തിൽ മോണിറ്ററി ആസ്തികൾ കൈവശം വെച്ചാൽ നഷ്ടവും മോണിറ്ററി കടങ്ങളുണ്ടെങ്കിൽ ലാഭവുമാണ്. വാങ്ങൽ ശേഷിയുടെ നഷ്ടം നേട്ടം. ഓക്കേ. ഇതിന്റെ ഗുണം എന്താണ്? ഗുണം ഇത് ലളിതമാണ്, വസ്തുനിഷ്ഠമാണ്. പൊതുസൂചിക ഉപയോഗിക്കുന്നതുകൊണ്ട് പണപ്പെരുപ്പത്തെ കണക്കിലെടുക്കുന്നു.
ദോഷമെന്താണെന്ന് വെച്ചാൽ ഇതെല്ലാ സാധനങ്ങളുടെയും വില ഒരുപോലെ മാറുന്നു എന്ന് കരുതുന്നു. അതായത് അരിയുടെ വില കൂടുന്നതും സിമന്റിന്റെ വില കൂടുന്നതും ഒരേ നിരക്കിലാണെന്ന് അനുമാനിക്കുന്നു. അത് ശരിയല്ലല്ലോ. ശരിയല്ല. അതുപോലെ ഇത് ആസ്തികളുടെ ഇപ്പോഴത്തെ യഥാർത്ഥ വിലയല്ല കാണിക്കുന്നത്, പൊതുവായ ക്രമീകരണം മാത്രം. അപ്പോൾ CPP പൊതുവായ പണപ്പെരുപ്പം നോക്കുന്നു, പക്ഷേ ഓരോ ആസ്തിയുടെയും വിലമാറ്റം നോക്കുന്നില്ല. അപ്പം മറ്റേ രീതി കറന്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് CCA അതേ ഇത് പരിഹരിക്കുമോ? CCAയുടെ ലക്ഷ്യം വ്യത്യസ്തമാണ്. അത് ഇപ്പോഴത്തെ വിലകൾ കറന്റ് കോസ്റ്റ് വാല്യൂസ് ശ്രദ്ധിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനം ഡിപ്രൈവൽ വാല്യൂ അഥവാ ബിസിനസ്സിനുള്ള മൂല്യമാണ്. അതായത് ഒരു ആസ്തി നഷ്ടപ്പെട്ടാൽ ബിസിനസ്സിന് എന്ത് നഷ്ടം വരും? സാധാരണയായി അത് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോഴത്തെ വില. അതെ, CCA പ്രകാരം സ്റ്റോക്കും ദീർഘകാല ആസ്തികളുമെല്ലാം അവയുടെ ഇപ്പോഴത്തെ വിലയിൽ കാണിക്കുന്നു. ലാഭം കണക്കാക്കുമ്പോഴും വിറ്റ സാധനങ്ങളുടെ ഇപ്പോഴത്തെ വില, കോസ്റ്റ് ഓഫ് സെയിൽസ് അറ്റ് കറന്റ് കോസ്റ്റ്, തേയ്മാനം ഇപ്പോഴത്തെ വിലയിൽ, ഡിപ്രിസിയേഷൻ ബേസ്ഡ് ഓൺ കറന്റ് കോസ്റ്റ് ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ലാഭം കുറയുമല്ലോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെ അപേക്ഷിച്ച്? സാധാരണയായി കുറയും, കാരണം ഇപ്പോഴത്തെ ഉയർന്ന വിലകളാണ് ഉപയോഗിക്കുന്നത്. CCAയുടെ ലക്ഷ്യം തന്നെ ബിസിനസിന്റെ പ്രവർത്തന മൂലധനം, ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ അതേപടി നിലനിർത്താൻ ആവശ്യമായ ലാഭം മാത്രം കാണിക്കുക എന്നതാണ്. ഇത് കൂടുതൽ യാഥാർത്ഥ്യത്തോടടുത്തു നിൽക്കുന്നില്ലേ? കാരണം ബിസിനസ്സിന് ഓടണമെങ്കിൽ ഇപ്പോഴത്തെ വിലയിലാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. തീർച്ചയായും. CCAയുടെ പ്രധാന ഗുണം അത് കൂടുതൽ പ്രസക്തമായ റെലവന്റ് വിവരങ്ങൾ നൽകുന്നു എന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥ നന്നായി മനസ്സിലാക്കാം, പക്ഷേ ദോഷങ്ങളുമുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഇത് കൂടുതൽ വ്യക്തിനിഷ്ഠമാകാം, സബ്ജക്റ്റീവ്. കാരണം ഈ ഇപ്പോഴത്തെ വില കണ്ടെത്തുന്നത് എപ്പോഴും എളുപ്പമല്ല. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പോലെ ബില്ല് നോക്കി എഴുതാൻ പറ്റില്ല. അവിടെ ചില അനുമാനങ്ങളും വിലയിരുത്തലുകളും വരും. ഇത് വിശ്വാസ്യതയെ ബാധിക്കാം. ശരിയാണ്. പിന്നെ ഇത് കൂടുതൽ സങ്കീർണമാണ്, നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആളുകൾക്കത്ര പരിചിതവുമല്ല. ഈ ഇപ്പോഴത്തെ വിലകളും സൂചികകളും ഒക്കെ കണ്ടെത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുമുണ്ട്. അതുകൊണ്ടുതന്നെ CCA വ്യാപകമായി അംഗീകരിക്കപ്പെടുകയോ ഉപയോഗിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ നിന്ന് CCAയിലേക്ക് മാറിയാൽ അത് ചില ബിസിനസ്സുകളെ മറ്റുള്ളവയേക്കാൾ കൂടുതൽ ബാധിക്കുമോ? ബാധിക്കും. ഉദാഹരണത്തിന് ഒരുപാട് സ്റ്റോക്ക് വെച്ചിരിക്കുന്ന ബിസിനസ്സുകൾ, അവർക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കൂടും. അതുപോലെ പണ്ടെങ്ങോ വാങ്ങിയ പഴയ ആസ്തികൾ ഒരുപാടുള്ളവർ, അവർക്ക് തേയ്മാന ചെലവ് കൂടും. നേരെ മറിച്ച് ഒരുപാട് കടമെടുത്തവർക്ക് പണപ്പെരുപ്പമുള്ള സമയത്ത് CCAയുടെ ചില വേർഷനുകളിൽ ഒരു നേട്ടം ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് കാണിക്കാൻ പറ്റുമായിരുന്നു. കാരണം കടം തിരികെ കൊടുക്കുമ്പോൾ പണത്തിന് മൂല്യം കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, വളരെ വിശദമായി നമ്മൾ ഈ അളവുകളെല്ലാം ചർച്ച ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനത്തിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ അക്കങ്ങൾ വെറും അക്കങ്ങളല്ല, അവയ്ക്ക് പിന്നിലൊരു അളവുകോലുണ്ട് എന്നതാണ്. അതെ, അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആകാം, ഫെയർ വാല്യൂ ആകാം, കറന്റ് കോസ്റ്റ് ആകാം. ഓരോന്നും ഓരോ കഥയാണ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ലളിതവും വിശ്വസനീയവുമാണ്, പക്ഷെ കാലം കഴിയുമ്പോൾ പ്രസക്തി കുറയാം. CPPയും CCAയും കൂടുതൽ പ്രസക്തമായ ചിത്രം നൽകാൻ ശ്രമിക്കുന്നു, പക്ഷെ അവയ്ക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ ഈ കണക്കെങ്ങനെ ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. തീർച്ചയായും. നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി തരാം. നമ്മൾ കണ്ടല്ലോ, ഓരോ രീതിക്കും അതിൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. ശക്തിയും ദൗർബല്യവുമുണ്ട്. പ്രസക്തിയും വിശ്വാസ്യതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തികഞ്ഞ രീതി ഒരു പക്ഷേ ഇല്ലായിരിക്കാം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലോകത്ത് ഒരു കമ്പനിയുടെ യഥാർത്ഥ പ്രകടനം മനസ്സിലാക്കാൻ നിങ്ങൾ ഏത് അളവിന് മുൻഗണന നൽകും? ഇപ്പോഴത്തെ വിലകൾക്കാണോ, അതോ ഉറപ്പുള്ള പഴയ വിലകൾക്കാണോ, അതോ ഇവയുടെ എല്ലാം ഒരു മിശ്രിതമാണോ വേണ്ടത്? അടുത്ത തവണ ഒരു ബാലൻസ് ഷീറ്റോ ലാഭനഷ്ട കണക്കോ കാണുമ്പോൾ അതിലെ അക്കങ്ങൾക്ക് പിന്നിലെ ഈ അളവുകോലിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങൾ മനസ്സിലായേക്കാം.